നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. അപസ്മാരത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ചിത്ര ഡോക്ടർ ലൈവിൽ അതിഥിയായെത്തിയിരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അസുഖമാണ് അപസ്മാരം. വളരെയധികം അന്ധവിശ്വാസങ്ങളും ഇതുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്താണ് ശരിക്കും അപസ്മാരം? അപസ്മാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ വൈദ്യുത തരംഗങ്ങളിൽ വരുന്ന വ്യതിയാനം ബാഹ്യ ലക്ഷണങ്ങളോടുകൂടി വരുന്നതാണ്. അത് എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ ലക്ഷണങ്ങൾ പലതരത്തിലാണ്. അതായത് ഒരു രോഗി ചിലപ്പോൾ വരുന്നത് ബോധക്ഷയത്തോടു കൂടിയായിരിക്കും. ബോധക്ഷയം ത്തോടുകൂടി ശബ്ദത്തോടുകൂടി ഒരു അലറി വിളിയോടുകൂടി രോഗി പെട്ടെന്ന് വീഴാം. അത് വീഴുക മാത്രമല്ല, ആ സമയത്ത് കണ്ണ് മേൽപോട്ട് ചുരുങ്ങിയിരിക്കും, കൈയും കാലും ബലം പിടിച്ച് മുറുകെ വലിഞ്ഞ് മുറുകിയിരിക്കും, ബലം പിടിച്ച് വടി പോലെ ഇരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ജെർക്കി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന പോലെ വെട്ടി പിടിക്കുകയും ചെയ്യും. അത് കൈയും കാലുമായിരിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വായിൽ നിന്ന് നൊരയും പതയും ഒലിച്ചു വരികയും ചെയ്യും. ഈ സമയത്ത് തന്നെ രോഗി അറിയാതെ തന്നെ മൂത്രമൊഴിക്കുകയോ മലമൊഴുകുകയോ ചെയ്യും. ഈ ലക്ഷണങ്ങളോട് കൂടിയാണ് സാധാരണയായി നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത്. പക്ഷേ ഇതല്ലാതെയും അപസ്മാരം നമുക്ക് കാണാം. ചിലപ്പോൾ രോഗിക്ക് ഒരു വശം, ഒരു കൈ അല്ലെങ്കിൽ ഒരു കാൽ മാത്രമായിരിക്കും വെട്ടിപ്പിടിക്കുന്നത്. ഇത് തലച്ചോറിൻ്റെ ഏത് ഭാഗത്ത് നിന്നും രോഗം അതായത് ഈ വൈദ്യുത തരംഗങ്ങളിലെ വ്യതിയാനം ഇതിൻ്റെ ഉറവിടം ഏത് ഭാഗത്ത് നിന്നും വരുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും. ചിലപ്പോൾ സംസാരശേഷിയുടെ നിയന്ത്രിക്കുന്ന ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ രോഗിക്ക് പെട്ടെന്ന് സംസാരശേഷി പോവുകയും ഈ ബോധം മറയുന്നത് പോലെ, അതായത് ഉണർന്നിരിക്കുകയും ചെയ്യും, പക്ഷേ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതെല്ലാം കൂടെ 1-2 മിനിറ്റ് നേരെ സാധാരണയായിട്ട് 1-2 മിനിറ്റ് നേരെ ദീർഘമായി കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഉണരുകയും, അതേസമയം ചിലവർക്ക് അത് ഛർദിയോടെയായിരിക്കും, ചിലവർക്ക് തലവേദനയായിരിക്കും, ചിലവർക്ക് കൺഫ്യൂഷനായിരിക്കും. ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ വളരെ നോർമലായിട്ട് ഇവർ ബിഹേവ് ചെയ്യുകയും ചെയ്യും. ഇത് പല ആവർത്തി ഉണ്ടാകാം. ചില കാരണങ്ങൾക്ക് അതൊറ്റ പ്രാവശ്യം മാത്രമായിട്ട് വന്നിട്ട് പോകാറുമുണ്ട്. പിന്നെ ചില ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ, അതായത് മെമ്മറി, അതായത് ഓർമ്മശക്തിയെ നിയന്ത്രിക്കുന്ന ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ രോഗി എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ കണ്ണ് തുറന്നിരിക്കും, പക്ഷേ പുറത്തുള്ള യാതൊരു തര ലോകവുമായിട്ടൊരു ബന്ധമില്ലാതെ ഇരിക്കും. വിളിച്ചാൽ വിളി കേൾക്കുകയുമില്ല. അതേസമയം ചിലപ്പം കൈ കാലുകൾക്ക് ഒരു ഉടുപ്പുകൾ, അതായത് ഇട്ടിരിക്കുന്ന ഉടുപ്പുകൾ തിരുമ്മി പിടിക്കുകയും തിരുമ്മി പിടിക്കുകയും, ചിലപ്പോൾ ചേഷ്ടകൾ, അതായത് ചുണ്ടുകളിൽ ചില ചേഷ്ടകൾ കാണിക്കും. ചിലപ്പോൾ ശബ്ദം നമുക്ക് കേൾക്കാം, അവർ ചവയ്ക്കുന്ന ശബ്ദം കേൾക്കാം, ആ രീതിയിൽ ചവയ്ക്കുകയും ചെയ്യും. ഇമാതിരി ലക്ഷണങ്ങളോടുകൂടി ഇരിക്കുകയും അത് ചില സമയത്ത് ഞാൻ മേൽപ്പറഞ്ഞ രീതിയിലുള്ള വളരെ ഭാഗ്യലക്ഷണങ്ങളോടുകൂടി ഭയാനകമായ അപസ്മാരത്തിലോട്ടും കൊണ്ടുവന്ന് എത്തിക്കാം. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? നമസ്കാരം, എന്റെ പേര് ജോണി പറയും. ഞാൻ എന്റെ ഫ്രണ്ടിന് വേണ്ടി വിളിക്കുന്നത്. ഡോക്ടറിന് ചോദിച്ചോളൂ. ഓക്കെ, പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. എന്റെ ഒരു ഫ്രണ്ട് 44 വയസ്സുണ്ട്. അതെ. അദ്ദേഹത്തിന് ഏകദേശം ഒരു ഓർമ്മ വെച്ച നാളെ മുതൽ ഈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലചുറ്റി വീഴും, ഇങ്ങനെ വായിലൂടെ നുരയും പതയൊക്കെ വരും. അതെ. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരു ഹാഫ് ആൻ അവർ എങ്കിലും അതൊരു നോർമൽ അല്ലായിരിക്കും. അതെ. ഇതാണ് അവസ്ഥ. ഓക്കെ. ഇത് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് പറഞ്ഞേ, 2 തവണ എന്റെ മുന്നിലുണ്ടായി. ആ സമയത്ത് കണ്ണ് തുറന്നിരിക്കോ അടഞ്ഞിരിക്കോ? കണ്ണ് തുറന്നിരിക്കുക. കണ്ണ് മേൽപോട്ട് ചുരുങ്ങിയിരിക്കാം അല്ലേ? കണ്ണ് തുറന്നിരിക്കും. കൈകാലുകൾക്ക് ബലം നല്ല അതെ സ്റ്റിഫ് ആയിട്ടിരിക്കും. ഇതിന് ജനറലൈസ്ഡ് സീഷർ എന്നാണ് പറയുന്നത്. ഇത് പല ആവർത്തി വരുമ്പോഴാണ് അതിന് അപസ്മാരം എന്ന് പറയുന്നത്. ഇതിന് ഡോക്ടറിനെ ആരെങ്കിലും ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. മരുന്ന് കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. ഇത് ഏത് വയസ്സിലാണ് തുടങ്ങിയത്? എനിക്ക് എന്നോട് അദ്ദേഹം പറഞ്ഞ ഓർമ്മ വെച്ച നാൾ മുതലുണ്ടെന്നാണ് പറഞ്ഞത്. അതെ, ഓർമ്മ വെച്ച നാൾ മുതലായിരിക്കാൻ സാധ്യതയില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങൾ അങ്ങനെയൊക്കെ ആവാനാണ് കൂടുതൽ സാധ്യത. ഇതിൽ മരുന്ന് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ശരിയാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ മരുന്ന് റെഗുലറായിട്ട് കഴിക്കണം. അപ്പോൾ പുള്ളിയുടെ അടുത്ത് വളരെ വ്യക്തമായിട്ട് പറയുക, മരുന്ന് കഴിച്ചാൽ മാറാവുന്ന ഒരു അസുഖമാണ് അപസ്മാരം. അത് കഴിക്കേണ്ട രീതിയിൽ ഇന്ന ഡോസിൽ കഴിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അപസ്മാരം ഇല്ലാതിരിക്കാം. പിന്നെ ഉറക്കമില്ലായ്മ ഇതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. അതായത്
ഉറക്കം ഇപ്പം നമ്മൾ എന്തെങ്കിലും യാത്ര ചെയ്യുകയാണ്, അല്ലെങ്കിൽ അടുത്ത അമ്പലത്തിലെ ഉത്സവം, അല്ലെങ്കിൽ എന്തെങ്കിലും പള്ളിയിലെ പെരുന്നാൾ, അങ്ങനെയൊക്കെ ആകുമ്പം നമ്മൾ എന്താ ചെയ്യണേ? ഉറക്കമിളക്കാം. ആ ഉറക്കമിളപ്പ് ഇത് അപസ്മാരത്തിലൂടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. അതുകൊണ്ട് ഉറക്കമിളക്കരുതെന്ന് പറയുകയും വേണം. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, സാധാരണയായിട്ട് ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓരോ പ്രായത്തിലും ഓരോ കാരണങ്ങളാണ്. അതായത് നമ്മൾ ജനിച്ച കുട്ടി, ഇപ്പോൾ ജനിച്ച 1, 2 അല്ലെങ്കിൽ 3-ാമത്തെ ദിവസങ്ങളിലായ കുട്ടികൾക്ക് കാരണം വ്യത്യാസമാണ്. അതായത് ഇപ്പം ഷുഗർ, അതായത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ താണു പോകാം. അമ്മ അധികം ഭക്ഷണം കഴിക്കാതെ കുറേ നേരം ലേബർ റൂമിൽ കിടന്നിട്ട് കുഞ്ഞ് ജനിക്കാതെ ഡയബറ്റീസ് ഉള്ള അമ്മയായിരിക്കാം. അങ്ങനെ വരുന്ന അവസ്ഥയിൽ ഫിറ്റ്സ് ഉണ്ടാവാം. പക്ഷേ അത് പിന്നെ അപസ്മാരമായിട്ട് മാറത്തില്ല. നമുക്കത് അപ്പം തന്നെ ആ അളവ് നിയന്ത്രിച്ചാൽ കുഞ്ഞിന് ഷുഗർ കൊടുത്താൽ ശരിയാകാവുന്നതേ ഉള്ളൂ. പിന്നെ കാൽഷ്യം കുറവ്. ഈ കാൽഷ്യം കുറവെന്ന് പറയുന്നത് അമ്മ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കുന്നില്ല. എന്തിനാണ് വെറുതെ ടാബ്ലറ്റൊക്കെ കഴിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഗർഭിണിയായ അവസ്ഥയ്ക്ക് കാൽഷ്യം വളരെ അത്യാവശ്യമാണ്. ആ സമയത്ത് കാൽഷ്യം കുറവുണ്ടെങ്കിൽ സാധാരണഗതിയിൽ കുട്ടിക്കും കാൽഷ്യം കുറവായിരിക്കും. ആ സമയത്ത് ഹൈപ്പോ കാൽഷ്യമia കൊണ്ടിട്ട് ഫിറ്റ്സ് വരാം. ഇതും നമുക്ക് കാൽഷ്യം കൊടുത്തിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ഒരു നിരന്തരം ശല്യം ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് പോകത്തില്ല. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഇത് ഞാൻ തൊടുപുഴ എന്നൊരു ഉഷയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഹലോ, നമസ്തേ. ഞാൻ എൻ്റെ 25 വയസ്സുള്ള ഒരു മോന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിളിക്കുന്നത്. അതെയോ, പറഞ്ഞോളൂ. ഏകദേശം 13 വർഷം മുമ്പ് അവന് പെട്ടെന്ന് ഒരു തലകറക്കം പോലെ വന്നു. എത്ര വയസ്സുള്ള മോനാണ് ഇപ്പം? 23. ഇപ്പൊ 25 വയസ്സ്. 25. ഓക്കെ. 12 വയസ്സുള്ളപ്പോ. അതിനുശേഷം ഞാനത് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി EG ഒക്കെ എടുത്തു. എന്നിട്ട് സെൻ 100 എന്ന് പറഞ്ഞൊരു മരുന്ന് കഴിക്കാൻ തന്നു. അത് 3 വർഷം അടുപ്പിച്ച് കഴിക്കാൻ പറഞ്ഞു. ആ മരുന്ന് കഴിച്ചോണ്ടിരുന്നാലും ഉണ്ടാവും. 12 വയസ്സിൽ 100 മില്ലിഗ്രാം വളരെ ചെറിയ ഡോസ് ആണല്ലോ. 100 അത് എത്ര നേരം കഴിച്ചിരുന്നു? അത് രാവിലെ 8 മണിക്ക്, രാത്രി 8 മണിക്ക്. ഓക്കെ. അത് കൂട്ടി നോക്കിയിരുന്നോ? ഇല്ല. പിന്നെ ഡോക്ടറെ കണ്ടിരുന്നോ? പിന്നെ ഡോക്ടറെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഡോക്ടർ മധുസൂദനൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറെ പോയി കണ്ടു. അതെയോ? ആ ഡോക്ടർ ഒരു റിട്ടാർഡ് എന്ന് പറഞ്ഞൊരു മരുന്ന് തന്നു. അതെ. അത് കുറച്ചുകൂടെ അതിന്റെ ഇഫക്റ്റ് കുറച്ചുകൂടെ നീണ്ടു നിൽക്കും. പറഞ്ഞോളൂ. പക്ഷെ ഡോക്ടർ പറഞ്ഞു ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇനി അസുഖം ഉണ്ടാവില്ല, 3 വർഷം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. 3 വർഷം. ഇത് വല്ലപ്പോഴേ ഒന്നിനുണ്ടാവുള്ളൂ, വർഷത്തിൽ 1, 2 പ്രാവശ്യം. അതെ. അതിന്റെ ലക്ഷണം പരീക്ഷയുടെ സമയമൊക്കെ ആകുമ്പോഴാണ് ഇത് കൂടുതൽ ഉണ്ടാവുന്നത്. അതെ. ഉറക്കമിളയ്ക്കോ? പരീക്ഷ സമയത്ത് കൂടുതൽ പഠിക്കാൻ നേരത്തെ രാത്രി കാലങ്ങളിൽ കുറച്ച് കൂടുതൽ സമയം നിൽക്കുകയോ, ഉറക്കമില്ലായ്മ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ടെൻഷൻ കയറുമ്പോൾ ഭയങ്കരമായിട്ടുണ്ട്. അത് തന്നെയാണ് കാരണം. ആ സമയത്ത് ശകലം ഡോസ് കൂട്ടി കഴിച്ചിരുന്നെങ്കിൽ വരത്തില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ മാറുന്ന അസുഖം തന്നെയാണ്. പിന്നെ 3 കൊല്ലം കഴിച്ചിട്ട് EG എടുത്തിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും അസുഖം ഉണ്ടാവുന്നുണ്ട്. അതെ, വളരെ ചുരുക്കം ആൾക്കാർക്ക് ഈ ഫിറ്റ്സ് ഏത് തരത്തിലുണ്ട് എന്നതിനനുസരിച്ചാണ്. അതായത് നമുക്ക് കാരണമൊന്നുമില്ലാതെ ജനറലൈസ്ഡ് ആയിട്ട് തലച്ചോറിൻ്റെ മൊത്തത്തിൽ വരുന്ന വൈദ്യുത തരംഗങ്ങളിലെ വ്യതിയാനമാണെങ്കിൽ നമുക്ക് ചിലപ്പം അത് ഫിറ്റ്സ് ചികിത്സിച്ച് ഭേദമാക്കാം. ഏകദേശം 100%, 95% പേർക്ക്. പക്ഷെ ഒരു വശത്തിൽ നിന്നാണ് അത് സെൻ റിട്ടാർഡ് കഴിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ചതായിരിക്കാം എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ 85% പേർക്ക് മരുന്ന് നിർത്താൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നത്. പക്ഷെ വളരെ ചുരുക്കം മാത്രമേ അസുഖം വരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട്. വളരെ ചുരുക്കം വരുള്ളൂ. അതെ 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 അതെ. അതുകൊണ്ട് മരുന്ന് കണ്ടിന്യൂ ചെയ്യുകയും വേണം. കാരണം ചെയ്യാതിരിക്കുന്ന ഒരു പ്രാവശ്യം വന്നിട്ട് തലയെങ്ങാനും ഇടിച്ച് തല പൊട്ടുകയൊക്കെ ചെയ്താൽ അതിനേക്കാളും നല്ലതല്ലേ മരുന്ന് കഴിച്ചിട്ടില്ല. മാഡം, ഡോക്ടർ ഇവൻ ചോദിക്കണ ഇത് ആരാ, എവിടെയാ ആ സമയത്ത്? അതാണ് മനസ്സിലായി. അതെന്താന്ന് വെച്ചാൽ ഇത് ജനറലൈസ്ഡ് സീഷർ അല്ല, ഒരു ഉറവിടമുണ്ട് അതിന്. അത് ഒരു ഫോക്കസ് ചെയ്യുന്ന തലച്ചോറിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് അത് പിന്നെയും വരാനുള്ള സാധ്യത. അപ്പം അതുകൊണ്ട് അത് മരുന്ന് നിർത്താനുള്ള സാധ്യത വളരെ കുറവുള്ള ഒരു ഇതാണ് ഫോക്കൽ സീഷേഴ്സ്. അതായത് അല്ല, നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറിനെ മെഡിക്കൽ കോളേജിൽ തന്നെ കാണിച്ചാൽ മതി. ഡോസ് കുറച്ച് കൂട്ടിയാൽ മാത്രം മതി. അല്ലാതെ അതെ 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 അതെ. വളരെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വളരെ പ്രശ്നമുള്ളതൊന്നും അല്ല. ഡോസ് കുറച്ച് കൂട്ടിയാൽ മതി, ശരിയാകാവുന്നതേ ഉള്ളൂ. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ലൈവ് വീണ്ടും തുടരും.
ഡോക്ടർ ലൈവ് തുടരുന്നു. അപസ്മാരത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, സാധാരണയായിട്ട് സ്ത്രീകളിലും കുട്ടികളിലും ഇത് വളരെയധികം കാണപ്പെടുന്നുണ്ട്. അവർക്ക് മാത്രമായിട്ട് അത് കൂടുതലായിട്ട് കാണപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളുടെ കാര്യം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു. ഫെബ്രൈൽ സീഷേഴ്സ്, അതൊക്കെ പനി വരുന്ന അത് പ്രത്യേകതരം വിഭാഗമാണ്. പിന്നെ സ്ത്രീകൾക്ക് കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പ്രഗ്നൻസി, അതായത് ഗർഭിണികൾക്ക് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് കൂടുതലാണ്. അതായത് ഹൈപ്പർ ടെൻഷൻ, അതായത് ഹൈ ബ്ലഡ് പ്രഷർ. ഇപ്പം പ്രഗ്നൻസി സമയത്ത് BP കൂടുതലാവുന്നവർക്ക് നമ്മൾ പറയും ടോക്സീമിയ ഓഫ് പ്രഗ്നൻസി, PET എന്നൊക്കെ പറയും. അതിനകത്ത് നമുക്ക് ഫിറ്റ്സ് വരും. അത് BP കൂടുതൽ ഉണ്ടാവുന്നതുകൊണ്ട് മാത്രം വരുന്നത്. അത് ആ സമയത്തോടു കൂടി തന്നെ മാറുകയും ചെയ്യും. ആ സമയം BP കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ്സും വരുന്നത് നമുക്ക് കൺട്രോൾ ആക്കാൻ പറ്റും. അതല്ലാതെ ഫീമെയിൽസിന് ചില കാരണങ്ങൾ, അതായത് ഈ ഗർഭിണിയല്ലാത്ത അവസ്ഥയിലും അതല്ലാതെ ജനിതക കാരണങ്ങൾ, അങ്ങനെ പല ഫാമിലി ഹിസ്റ്ററി ഇതൊക്കെ ഉള്ളപ്പം കൂടുതൽ കണ്ടുവരാം. അതല്ലാതെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും വളരെ കൂടുതലെന്ന് പറയാൻ സാധ്യത കുറവാണ്. കാരണം അതേ കാരണങ്ങൾ തന്നെ, അതായത് ഈ ഇൻഫെക്ഷൻ, അതായത് അണുബാധ, ഈ മുഴകൾ, സ്ട്രോക്ക്, ഇതൊക്കെ അവർക്കും ബാധകമാണ്. ഡോക്ടർ, മറ്റു പല രോഗങ്ങളുടെയും ബാഹ്യലക്ഷണമായിട്ട് അപസ്മാരം വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? അതെ, വളരെ ശക്തമായ ഒരു ഉദാഹരണമാണ് നമ്മളുടെ ഡയബറ്റീസ്, പ്രമേഹ രോഗം ഷുഗറിൻ്റെ അളവ് വളരെ കൂടിയാലും ഫിറ്റ്സ് വരും. അതേപോലെ വളരെ കുറഞ്ഞ അളവിൽ ക്രമാതീതമായി താണുപോയാലും ഫിറ്റ്സ് വരും. ഇത് വളരെ കോമൺ ആയിട്ട് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നതാണ്. കൂടാതെ ഈ വളരെ കൂടിയ അവസ്ഥയിലോട്ട് പോകുമ്പം ബോധം കാണും, പക്ഷെ കൈ മാത്രം ഒന്ന് വെട്ടി പിടിക്കും, ചിലപ്പോൾ കാല് മാത്രം. അപ്പം ഇതെന്ത് ബുദ്ധിമുട്ടായി, ഇതെന്തോ മനസ്സിലാകത്തില്ല ആൾക്കാർക്ക് ഇത് ഫിറ്റ്സ് ആണെന്ന്. എന്താണെന്ന് വെച്ചാൽ ഒരു ബോധമൊന്നും പോകുന്നില്ല, ഫിറ്റ്സ് ആണെന്ന് മനസ്സിലാക്കുന്നതിന് കൈ മാത്രം ചുമ്മാ അനങ്ങുന്നു, ആ രീതിയിലോട്ട് വരും. കണ്ടിന്യൂസ് ആണ്. അതിന് നമ്മൾ പറയുന്ന എപ്പിലെപ്സിയ പാർഷ്യാലിസ് കണ്ടിന്യൂവ എന്നാണ്. അത് ഷുഗർ അളവിൻ്റെ അളവ് കറക്റ്റായിട്ട് കുറച്ച് ഇൻസുലിനൊക്കെ കൊടുത്ത് കുറച്ച് ഫ്ലൂയിഡ്സൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ഇത് കൺട്രോൾഡ് ആയിക്കോളും. ഒരിക്കൽ അപസ്മാരം വന്നു കഴിഞ്ഞാൽ അത് ജീവിതകാലം മൊത്തം നമ്മളത് ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടി വരാറുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ കാരണം? ഓരോ കാരണങ്ങൾക്കനുസരിച്ചാണ്. അതായത് ഇപ്പോൾ കുട്ടികൾക്ക് വരുന്ന ഒരു കാരണവും ഇല്ലാതെ വരുന്ന അപസ്മാരം, അതും ജനറലൈസ്ഡ് സീഷർ, അവരിൽ മിക്ക പേർക്കും 90-95% നമുക്ക് മരുന്ന് അവസാനം 3 വർഷം കഴിച്ചിട്ട് ഫിറ്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് EEG ഒക്കെ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താൻ പറ്റും. അതേസമയം ചില അപസ്മാരം ജനറലൈസ്ഡ് സീഷർ ആയിരിക്കാം, പക്ഷേ ഈ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീക്കുമ്പം ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വരുമ്പം കയ്യിൽ നിന്ന് സാധനം എന്തെങ്കിലും എടുത്താൽ മതി, കയ്യിൽ നിന്ന് സാധനം തെറിച്ചു പോകും. രാവിലെ ചിലപ്പോൾ എടുക്കുന്നത് ചിലപ്പോൾ പത്രമായിരിക്കും, ചിലപ്പോൾ ഒരു കപ്പ് കോഫി ആയിരിക്കും. കയ്യിൽ നിന്ന് സാധനം തെറിച്ചു പോയാൽ എന്ത് പറ്റും? കോഫി മഗ് ഒടിഞ്ഞു പോകും. ഇത് സ്ഥിരമാവുമ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത് ഇതെന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന്. പലപ്പോഴും ഇതിനെയൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല, എന്തോ പറ്റി എന്ന് വിചാരിക്കാറുള്ളൂ. ചിലപ്പോൾ ഇത് പല ആവർത്തി വന്നതിന് ശേഷമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാഹ്യലക്ഷണമായ വലിയ രീതിയിൽ ഭയാനകമായ നമ്മുടെ ഫിറ്റ്സ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ വരുന്ന ഫിറ്റ്സിന്, അതായത് ജുവനാൽ മയോക്ലോണിക് എപ്പിലെപ്സി എന്ന് പറയും, അതിന് ശരിക്കും പറഞ്ഞാൽ മരുന്ന് നിർത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. 85-90% നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ നിർത്താൻ പറ്റാത്തതുകൊണ്ട് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. പക്ഷേ മരുന്ന് കഴിച്ചാൽ കൺട്രോൾഡിലായിരിക്കുകയും ചെയ്യും. പിന്നെയുള്ളത് ഈ കാരണങ്ങളോട് കൂടി വരുന്നതാണ്. അതായത് നമ്മളിപ്പോൾ പറയുന്ന പോലെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കൊരു ഫോൺ കോൾ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ ഡോക്ടർ. എനിക്ക് 43 വയസ്സുണ്ട്. പറഞ്ഞോളൂ. ചെറിയ കാലം മുതലേ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അതെ. അപ്പോ മൈഗ്രെയിൻ വന്ന് കുറെ ചികിത്സിച്ചിട്ട് അത് മാറിയില്ല. പിന്നെ ഇപ്പം നമ്മൾ അത്ര കെയർ ചെയ്യില്ല മൈഗ്രെയിൻ പറ്റിയിട്ട്. മൈഗ്രെയിൻ ചികിത്സിച്ച് മാറാൻ പ്രയാസമാണ്. ഒരു പ്രായം എത്തുമ്പോഴേ മാറത്തുള്ളൂ കംപ്ലീറ്റ്. പ്രായം എത്തുമ്പോൾ മാറും എന്ന് പറഞ്ഞാൽ കൂടെ ഇപ്പൊ 43 വയസ്സായ മൈഗ്രെയിൻ ശക്തിയൊക്കെ കുറഞ്ഞു വരുന്നായിരുന്നു. അതെ, പ്രായം കൂടുന്തോറും കുറഞ്ഞു വരും. കഴിഞ്ഞ ദിവസം 2 ആഴ്ച മുൻപേ ഒരു മൈഗ്രെയിൻ ഒരു ദിവസം വന്ന് നന്നായി തലവേദനയൊക്കെ എടുത്ത് കുറച്ച് ഛർദിച്ച് അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നായിരുന്നു. അന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞ് അപസ്മാരം വന്നു പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല അങ്ങനത്തെ ഒരു പരിപാടി. അന്ന് രാത്രി എല്ലാവരും കൂടി എടുത്ത് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. അന്ന് ഹോസ്പിറ്റലിൽ തന്നെ വന്ന് പിറ്റേന്ന് രാവിലെ പിന്നെ വീണ്ടും ഉണ്ടായി. അതിന് അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി CT സ്കാൻ എടുത്ത് EEG എടുത്ത് അതിലൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് MRI സ്കാനിങ് എടുത്തു. MRIയിൽ നല്ല വലതു ഭാഗത്ത്
പിന്നെ ഒരു വൈറ്റ് മോള് കാണുന്നുണ്ട്. അത് 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 അങ്ങനെയുണ്ട്. അത് കുഴപ്പങ്ങളല്ല എന്ന് പറയുന്നത്. ഡോക്ടർ പറയുന്നത് മൈഗ്രെയിൻ ശക്തമായി വന്നത് കൊണ്ടാണ് ഈ അപസ്മാരം ഉണ്ടായതെന്ന് പറയുന്നത്. അങ്ങനെ മൈഗ്രെയിൻ അപസ്മാരവുമായിട്ട് ബന്ധമില്ല. പക്ഷേ മൈഗ്രെയിൻ സാധാരണമായിട്ട് വന്നാൽ ഒത്തിരി സ്ട്രെയിൻ ഉണ്ടായിരുന്നല്ലോ അന്നത്തെ ദിവസം. ആ സ്ട്രെയിൻ ഉണ്ടായിരുന്ന അപസ്മാരത്തിന് സാധ്യതയുള്ള ഒരാൾക്കാണെങ്കിൽ, ഏത് സ്ട്രെയിൻ ഉള്ളവർക്കും അപസ്മാരത്തിന് സാധ്യതയുള്ള ഒരാൾക്കാണെങ്കിലേ വരത്തുള്ളൂ. അല്ലാതെ മൈഗ്രെയിൻ വന്നു എന്നുള്ളത് കൊണ്ടല്ല. അന്ന് ഉറക്കത്തിന് തടസ്സം എന്തെങ്കിലും ഉണ്ടാവുകയോ വല്ലതും ഉണ്ടായോ? ഉറക്കത്ത് തലേ ദിവസം ഇല്ല, ഉറക്കത്ത് തടസ്സം മൈഗ്രെയിൻ എന്ന് കുറച്ച് ഛർദ്ദിച്ചിന്, അത് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഛർദ്ദിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പിൻ്റെ അളവ് കുറഞ്ഞ് അത്ര ശരിക്കും നമുക്ക് ഒരു ഊർജ്ജസ്വലത ഇല്ലാതെ ഒരു ചെറിയ ഒരു മയക്കമൊക്കെ വരികയാണെങ്കിൽ അത് വളരെ താഴോട്ട് പോവുകയാണെങ്കിൽ, സോഡിയം ലെവൽ വളരെ താഴോട്ട് പോവുകയാണെങ്കിൽ ഫിറ്റ്സ് വരാം. അതല്ലാതെ ഈ ഫിറ്റ്സ് വന്നത് ഒരു കാരണവുമേ ഇല്ലാതെ 43 വയസ്സിലും ചില സമയത്ത് വരാം. പക്ഷേ ഈ MRI കണ്ട മുട ഈവൻ വെറുതെ ഒരു ഫിറ്റ്സ് വന്നാലും ചിലപ്പം അതായത് ഒരു ജന്നി വന്നു കഴിഞ്ഞിട്ട് ഈ MRIക്കകത്ത് ചില ചേഞ്ചസ് നോർമലി വരാം. അതായിരിക്കും ഡോക്ടർ നിങ്ങളോട് പറഞ്ഞത് കുഴപ്പമില്ല എന്ന്. നമ്മുടെ ഇവിടെ വേറെ കാണുന്നത് ന്യൂറോസിസ്റ്റിക് സർക്കോസിസ്, അതായത് നമ്മുടെ നാടവിര അത് തലച്ചോറിനകത്ത് കയറിയാലും ഇതുപോലെ. പക്ഷേ അതെന്താണെന്നുള്ളത് ഒരു ന്യൂറോളജിസ്റ്റിനെ ഒന്നുകൂടി കാണിച്ചിട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതല്ലാതെ വെറുതെ ഫിറ്റ്സ് വന്നു കഴിഞ്ഞിട്ടുള്ള MRIയുടെ ചേഞ്ചസ് ആണെങ്കിൽ പേടിക്കേണ്ടതില്ല, വെയിറ്റ് ചെയ്യാം. ഫോളോ അപ്പ് ചെയ്ത് കഴിയുമ്പം ഇനി ഫിറ്റ്സേ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ അതിനകത്ത് സംശയം പറഞ്ഞ സ്ഥിതിക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചത് തന്നെ. ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഇടവേള കഴിഞ്ഞ് വീണ്ടും തുടരും. ഡോക്ടർ ലൈവ് തുടരുന്നു. അപസ്മാര രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, അപസ്മാര ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷ എന്താണ്? അതായത് അപസ്മാരം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു, ബോധക്ഷയം വന്ന് വീഴുന്നു. അപ്പോൾ ഷാർപ്പ് ഒബ്ജക്ട്സ് ഒന്നും അടുത്തുണ്ടാവാൻ പാടില്ല. വെന്ന് വീഴാൻ പോകുന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ അപസ്മാരമുള്ള ഒരു ആൾക്ക് ഈ വരുന്നു എന്നുള്ളൊരു സൂചന കിട്ടിയാൽ തന്നെ വീട്ടിലുള്ളവർക്ക് മനസ്സിലാകാം. അതായത് ഒരു കല്ല് റോഡിലാണെങ്കിൽ നമുക്ക് കല്ലെടുത്ത് പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റില്ല, വീണ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുന്നത്. അതുപോലെ ഷാർപ്പ് ഒബ്ജക്ട്സ് കഴിയുന്നതും മാറ്റുക. പിന്നെ തന്നെ വീണ് കഴിഞ്ഞിട്ടായാലും മാറ്റുന്നത് കുഴപ്പമില്ല. കയ്യും കാലും ഒക്കെ അനങ്ങുന്ന സമയത്ത് അതിലോട്ട് മുട്ടുകയാണെങ്കിൽ മുറിയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രോഗിയെ ഒരു വശം ചരിച്ച് കിടത്തുകയോ കമഴ്ത്തി കിടത്തുകയോ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇവരെ വായിൽ നിന്ന് വരുന്ന ഈ നൊരയും പതയും കൂടിയുള്ള സലൈവ ഇവരെ ആസ്പിറേറ്റ് ചെയ്ത് ലങ്സിലോട്ട് കയറ്റാനുള്ള സാധ്യതയുണ്ട്. കാരണം ബോധക്ഷയം വരുന്ന സമയത്ത് ശ്വാസം വെള്ളമാണോ ആഹാരമാണോ എന്നൊന്നും തിരിച്ചറിയാതെ ഇരിക്കുന്ന അവസ്ഥയിൽ വിഴുങ്ങാം. ആ സമയത്ത് വിഴുങ്ങിയാൽ അത് നേരെ ലങ്സിലോട്ട് പോയി ന്യൂമോണിയ ആയിട്ട് മാറാം. ഈ ആസ്പിറേഷൻ ന്യൂമോണിയ പ്രിവെൻറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വശത്തോട്ട് ചലിച്ച് മാറ്റുക. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഞാൻ മട്ടന്നൂരിൽ, കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. എനിക്ക് മുന്നേ ഉറക്കത്ത് ഒരു നെട്ടൽ പോലെ ഉണ്ടായിട്ട് ഞാൻ മംഗളാപുരത്തെ ഡോക്ടറാണ് മരുന്ന് കുടിക്കുന്നത്. അതെ, ഇപ്പൊ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ പകല് ഒരു സെക്കൻഡ് മാത്രം പിന്നെ ഒന്നും അറിയാത്തൊരവസ്ഥ. എന്നാ ചെയ്യുന്ന അന്നേരം ചെയ്യാൻ പറ്റില്ല. ഈ ഒന്നും അറിയാത്ത അവസ്ഥ എന്നുള്ളത് ചുറ്റും പഠിക്കുന്നവർ പറയുന്നതാണോ നമുക്ക് തോന്നുന്നതാണോ? നമുക്ക് തോന്നുന്നോണ്ട് ചുറ്റുള്ളവർക്കൊന്നും അറിയുന്നില്ല, അവരൊന്നും ചെയ്യുന്നൊന്നും അറിയുന്നില്ല. ഡോക്ടർക്ക് പോലെ ആ മുന്നേ കുടിക്കുന്ന മരുന്ന് ഡോക്ടർ കൂട്ടിത്തരുന്നത്. അല്ല, നമ്മൾ ചുറ്റുമുള്ള എന്താ നടക്കുന്നതെന്ന് നമുക്കറിയാവോ? ബോധമില്ലാത്തൊരവസ്ഥ, പക്ഷെ നമ്മൾ കണ്ണ് തുറന്നിരിക്കുകയാണോ? അങ്ങനെയാണോ? അതോ ചുറ്റുള്ളവർ പറയാണ് വിളിച്ചിട്ട് വിളിയേക്കുന്നില്ല എന്ന്, അങ്ങനെ പറയുന്നുണ്ടോ? അല്ലല്ല, ഞാൻ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ എങ്കിലും ചുറ്റുള്ളൊന്നും അറിയുന്നില്ല. അതെ, അത് ചുറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളത്? അതെ അതെ, അറിയുന്നുണ്ട്. അവർ പറയുന്നുണ്ട്. ആ സമയത്ത് ചവയ്ക്കുകയോ അത് എന്തെങ്കിലും ചുണ്ടിൻ്റെ ചലനങ്ങൾ എന്തെങ്കിലും വരികയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ എന്തെങ്കിലും കണ്ടിരുന്നോ? അന്ന് അവർ പറഞ്ഞിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ വിളിച്ചിട്ട് മിണ്ടുന്നില്ല എന്നുള്ള മോയെല്ലാം പേടിച്ചു പോകുന്നുണ്ട്. അതെ, ഇത് അങ്ങനത്തെ അപസ്മാരമുണ്ട്. അതായത് ഇപ്പം അപസ്മാരം എന്ന് നമ്മൾ പറയുന്നത് സാധാരണ ഈ ഫിലിമിലൊക്കെ കാണുന്ന ആൾക്കാർ കാണിക്കുമല്ലോ, കയ്യും കാലുമൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് കണ്ണ് മാത്രം മേലോട്ട് ചുരുക്കി. അത് മാത്രമല്ല അപസ്മാരം അല്ലാതെയും വരാം. അതായത് വിളിച്ചിട്ട് വിളി കേൾക്കാതിരിക്കുന്നൊരവസ്ഥ. അതിന് മരുന്ന് കഴിച്ചാൽ മാറും. പ്രത്യേക രീതിയിലുള്ള മരുന്ന് നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടറിനെ കണ്ട് ചികിത്സിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി.
ഡോക്ടർ, ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ അപസ്മാരം വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വളരെ നല്ല ചോദ്യമാണ്. കാരണം ഗർഭിണിയായിരിക്കുമ്പോൾ വളരെ കൺഫ്യൂഷനാണ്. നമ്മൾ എന്ത് ചെയ്യും? പലരും ഗർഭിണിയാകുമ്പോൾ മരുന്നൊക്കെ കഴിച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, നിർത്തിക്കളയാം എന്നുള്ള തോന്നലുണ്ടാകും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിർത്തിയാൽ അപസ്മാരം, നിർത്തിയില്ലെങ്കിൽ കുഞ്ഞിന് പ്രശ്നം, ഇങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അതെന്താ ചെയ്യണം എന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ അപസ്മാരമുള്ള രോഗി ഗർഭിണി ആവുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്യണം. ഞങ്ങൾ ഗർഭിണിയാവാൻ പോവുകയാണ്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഡോക്ടറിനോട് സംസാരിക്കുക. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പ്രശ്നമില്ലാത്ത, ടെറട്ടോജെനിസിറ്റി ഇല്ലാത്ത മെഡിസിൻസ് നമുക്ക് കഴിക്കാം. ആ രീതിയിൽ ചൂസ് ചെയ്യാം. അതായത് മരുന്ന് കുറച്ച് വളരെ ഹൈ ഡോസ് കഴിക്കുന്നവരിൽ ആ രീതി ആവത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഹൈ ഡോസിൽ കഴിക്കുന്നവർക്ക് നമുക്ക് ഈ ചെറിയ ഡോസൊക്കെ കൊടുത്താൽ, ചെറിയ മൈൽഡ് വീക്ക് ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് കൊടുത്താൽ ചിലപ്പം അസുഖം ഭേദമാക്കാൻ സാധിച്ചു എന്ന് വരില്ല. കഴിയുന്നതും ഇവരെ സിംഗിൾ, അതായത് ഒറ്റ മെഡിസിനിൽ കണ്ടിന്യൂ ചെയ്യാനും മെഡിസിൻസ് മാറ്റി, അതായത് ജനറ്റിക് ഡിഫക്ട്സ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മരുന്ന് മാറ്റി കൊടുക്കാൻ നമുക്കൊരു സമയം വേണം. ഇപ്പോൾ ഒരു മരുന്നിൽ നിന്ന് മറ്റേ മരുന്നിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും വേണം. അവർക്ക് അസുഖം അതിനുശേഷം ഗർഭിണിയാവുകയും അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഗർഭിണി ആയതിനു ശേഷം ഡോക്ടറിനെ കണ്ടിട്ട് മരുന്ന് മാറ്റുന്നത് പ്രായോഗികമല്ല. മരുന്ന് കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ കഴിയുന്നതും ആദ്യത്തെ 3 മാസം മോണോതെറാപ്പി, അതായത് സിംഗിൾ ഡ്രഗ്സിൽ നോക്കണം. അത് പേഷ്യൻ്റ് നമ്മളുടെ കയ്യിൽ എത്തിപ്പെടുന്നത് പോലെ ഇരിക്കും. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. അപസ്മാര രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ചിത്രയാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നന്ദി, നമസ്കാരം.